ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. സോ ഈ 2026 എഴുതാൻ പോണ കുട്ടികളെ എക്സ്ക്ലൂസീവ്ലി അഡ്രസ് ചെയ്തൊരു വീഡിയോ ആണത്. ഈ 2026 1 month ബിഫോർ ആണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഞാൻ ടെൻഷൻ വെച്ച് പ്രാന്ത് എടുക്കാൻ തുടങ്ങുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു 1 month കൊണ്ട് നല്ലോണം പഠിച്ചൊരു കുട്ടി ആളുടെ റിസൾട്ട് കൊണ്ടുവന്ന് കൊളമാക്കാൻ പറ്റുന്ന ഒരു ഫേസുമാണ്. എന്നാൽ അതുപോലെ പഠിക്കാതിരുന്ന ആൾക്കാർ കോൺഫിഡൻസും ആ ഒരു കൺസിസ്റ്റൻസിയും ഈ ഒരു 1 month നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റും കൊണ്ട് മാത്രം അടിച്ചു കയറി വരാൻ പറ്റുന്ന ഒരു ഫേസുമാണത്. നല്ല ഉഷാറായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസുമാണ്. സോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എന്തൊക്കെയാണ് ലാസ്റ്റ് ഇയർ ഈ ഒരു ടൈമിൽ ചെയ്തതെന്ന് ബേസിക്കായിട്ട് പറഞ്ഞു തരാം. അപ്പം എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഫോക്കസ് ഓൺ ഇസ് ഓൺ യുവർ മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് അത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മാസം മൈൻഡ് സെറ്റിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ്. കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അത് ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. അപ്പൊ എങ്ങനെയാണ് കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ, പലർക്കും തോന്നലുണ്ടാവും ഞാൻ അത്രയ്ക്കൊന്നും പഠിച്ചിട്ടില്ല, ഉഴപ്പി തീർത്ത് എന്നെക്കാളും കൂടുതൽ പഠിച്ചവരുണ്ട്, അങ്ങനെയൊക്കെ കുറെ തോന്നലുണ്ട്, കുറെ അധികം ടെൻഷനും എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഉഴപ്പി എന്ന് തോന്നിയാലും നിങ്ങൾ പഠിച്ചതിൻ്റെ അത്ര മാത്രമാണ് എല്ലാവരും പഠിച്ചിട്ടുള്ളൂ. എല്ലാവരും ഇത്രയൊക്കെ പഠിക്കുകയുള്ളൂ, ഇത്രേ പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ റിയാലിറ്റി. അപ്പം ഇനിയുള്ള ഒരു മാസം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാക്സിമം. ഈ ഒരു മൈൻഡ് സെറ്റ് ആദ്യം കൊണ്ടുവരിക. അത് കഴിഞ്ഞ് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മാസം കൂടി മാത്രം നിങ്ങളുടെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നീറ്റ് UG പോലൊരു എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് 1 month ഓഫ് യുവർ ലൈഫാണ്. അപ്പം ഇനി ഇങ്ങനെ ഒരു ഫേസ് ഇല്ല. കോളേജിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ലൈഫ് രാത്രിൻ്റെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. അടിപൊളി ലൈഫാണ് ശരിക്കും കോളേജിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു മാസം ഗിവ് യുവർ ബെസ്റ്റ്. നിങ്ങൾ ഇപ്പം എന്താണോ ചെയ്യണത് അത് അതേപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്ട്രാക്ഷൻ 0% ആക്കി മുന്നോട്ട് പോയാൽ മാത്രം മതി. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചാലും എനിക്കറിയാം നിങ്ങൾ കഷ്ടപ്പെട്ട് എന്തായാലും പഠിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പം ഇനി ഈ ഒരു മാസം കൂടി ഗിവ് യുവർ മാക്സിമം, ഗിവ് യുവർ 100%. അങ്ങനെ പോയി തന്നെ ഉഷാറായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അപ്പം ഈ ഒരു മൈൻഡ് സെറ്റ് എന്തായാലും, അപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരും എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞ് ലൈഫ് ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു നല്ലൊരു രീതിയിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളൊരു ബിലീഫ് ആദ്യം കൊണ്ടുവരാം. ഈ ഒരു ബിലീഫ് വെച്ചിട്ട് മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് എ വെരി ഗുഡ് റിസൾട്ട് ലൈഫിൽ. ഇത് എത്ര പേര് കാണും എനിക്ക് അറിയൂടെ, കാരണം എല്ലാവരും എൻട്രൻസിന്റെ കോച്ചിങ് ഒക്കെ ആയിട്ട് ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, കാണുന്നവർ കാണുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റയിലൊക്കെ ഞാൻ ലിങ്ക് താഴെ ഇടാം, നിങ്ങൾ ചോദിക്കണേ. അപ്പൊ ഇതാണ് മൈൻഡ് സെറ്റിനെ പറ്റി പറയാനുള്ള കാര്യം. ഈ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ ലാസ്റ്റ് 1 month വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് കൂടുതലും ചെയ്യുക. നിങ്ങളിപ്പം ആവശ്യത്തിലധികം തിയറി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തിയറി എത്രമാത്രം പഠിച്ചിട്ടുണ്ടോ അത് അവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ്, ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ മോക്ക് ടെസ്റ്റ് വാങ്ങിക്കുക. ഇപ്പം നിങ്ങൾ വേറെ കോച്ചിങ്ങിനൊന്നും പോകണില്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ മോക്ക് വാങ്ങണം. എന്നിട്ട് നിങ്ങൾ ഫ്രം വെരി ഫസ്റ്റ് മോക്ക് തൊട്ട് ഒരൊറ്റ മോക്ക് പോലും മിസ് ചെയ്യാണ്ട് ലാസ്റ്റ് മോക്ക് വരെയും സിൻസിയർലി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് ഓക്കെ, ഇതാണ് ഈ ഒരു പ്രൊസീജിയർ. അപ്പം എന്താണ്, ആദ്യത്തെ മോക്ക് തൊട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മാർക്ക്, 200 മാർക്ക് ആയിരിക്കും കിട്ടുന്നത്. എന്നാലും അതൊരു വിഷയമല്ല. നിങ്ങൾക്ക് തെറ്റുന്ന എല്ലാ ക്വസ്റ്റ്യനും, ഓരോ ക്വസ്റ്റ്യനും പഠിച്ച് പോവുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷൻ നോക്കുക, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, അത് ചെയ്ത് പഠിക്കുക. ഇപ്പം ഈവൻ നിങ്ങൾ ഈ എറർ അനാലിസിസ് വേണ്ടി 3 മണിക്കൂർ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു 7, 8, 10 മണിക്കൂർ നിങ്ങൾ ആ എറർ അനാലിസിസിന് വേണ്ടി കൊടുത്താലും പ്രശ്നമില്ല. പക്ഷെ ആ ഓരോ ചോദ്യം, നിങ്ങൾക്ക് തെറ്റുന്ന ഓരോ ചോദ്യവും, ചെയ്യാൻ പറ്റാത്ത ഓരോ ചോദ്യവും നീറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. കാരണം നിങ്ങൾ മോക്കിന് കാണുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ശരിക്കുള്ള നീറ്റിനും വരുള്ളൂ. അപ്പം നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആ മോക്കിന് തെറ്റിയ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ച് പോയി ഇനി ഒരു മാസമല്ലേ ഉള്ളൂ, മറന്നൊന്നും പോകൂലേ. നിങ്ങൾ പഠിച്ച് ജസ്റ്റ് അതൊരു നല്ല വൃത്തിക്ക് പഠിക്കുക, റിവിഷൻ ചെയ്യുക, അങ്ങനെ അങ്ങ് പോയി ഓരോ മോക്കിൽ തെറ്റിയ ചോദ്യങ്ങളും പഠിച്ച് പോയാൽ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് നീറ്റ് ക്ലിയർ ആക്കും. ശരിക്കും ദിസ് ഇസ് ദ ഗോൾഡൻ സീക്രട്ട്. ലൈക്ക് ഇതാണ് ഏറ്റവും വലിയ ടിപ്പ്. ഇതിനപ്പുറം ഒന്നുമില്ല. നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നീറ്റ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം എന്താണ്, മോക്ക് അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ മോക്ക് വാങ്ങിക്കുക. ഫ്രം ദ വെരി ബിഗിനിങ്, ഫസ്റ്റ് മോക്ക് തൊട്ട് ലാസ്റ്റ് മോക്ക് വരെ ഒന്നുപോലും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തിട്ട് 3 മണിക്കൂർ എക്സാം ടൈം വെച്ച് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ എറർ അനാലിസിസിന് വേണ്ടി ഓരോരുത്തരും എടുക്കണത് ഓരോ ടൈം ആയിരിക്കും. ഇപ്പം ഓരോരുത്തരും പല റേഞ്ച് ആയിരിക്കുമല്ലോ. അപ്പം ലാസ്റ്റ് വരുമ്പോൾ എല്ലാവരും ഒരേ റേഞ്ചിൽ എത്താനുള്ള ടിപ്പാണ്. നിങ്ങൾക്ക് തെറ്റിയ എല്ലാ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ശരിയായ ചോദ്യങ്ങളും നിങ്ങൾ ഉറപ്പായിട്ടും വൃത്തിക്ക് പഠിച്ചു പോകുക. കാരണം നിങ്ങൾക്ക് ഇന്ന് തെറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്ന് മോക്കിന് നിങ്ങൾ കണ്ട ചോദ്യങ്ങളെ നാളെ നീറ്റിന് വരുള്ളൂ.
ഒരൊറ്റ മാസം ഈ മോക്കിന് കണ്ട എല്ലാ ചോദ്യങ്ങളും വൃത്തിക്ക് പഠിക്കുക. നിങ്ങൾ പിന്നെ റിവിഷൻ ചെയ്യാനായിട്ട് ഒരു 2, 3, 4 മണിക്കൂർ, ബയോളജിയിൽ 2 മണിക്കൂർ റിവിഷൻ ചെയ്യാൻ മാറ്റി വെക്കുക, ഫിസിക്സിന് 1 മണിക്കൂർ ഇക്വേഷൻ മാത്രം ഒന്ന് മറിച്ച് നോക്കുക, കെമിസ്ട്രിക്കും ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കുക. ഇങ്ങനെ മാത്രം പോയാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ബാക്കി ഫുൾ ടൈം ഡിവോട്ട് യുവർ എൻറ്റയർ ടൈം ഫോർ മോക്ക് ടെസ്റ്റ്. ബാക്കിയുള്ള നിങ്ങളുടെ 80% നിങ്ങളുടെ ഡെയിലി ഉള്ള ടൈം നിങ്ങൾ ഡിവോട്ട് ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ വളരെ കുറച്ച് തെറ്റ് മാത്രം പറ്റുന്ന കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 2 മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുക. ഇപ്പം നിങ്ങൾക്ക് ഒന്നേ ചെയ്യാൻ പറ്റുന്നുള്ളതെങ്കിലും ഓക്കെ ആണ്. ബട്ട് അറ്റ്ലീസ്റ്റ് ഡെയിലി വൺസ് ഒരു മോക്കെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിർബന്ധമായിട്ടും പോവുക. അത് തന്നെ നിങ്ങൾക്ക് വളരെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ മോക്കിന് മാർക്ക് ഗ്രാജുവലി ഇൻക്രീസ് ആകുന്നില്ല എന്നോർത്തും ടെൻഷൻ അടിക്കരുത്. കാരണം ഇപ്പം അത് ഓരോ എൻട്രൻസ് കോച്ചിങ് സെന്റർ സെറ്റ് ചെയ്യുക ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. കാരണം ഇപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ഫസ്റ്റ് പോർഷനിലായിരിക്കും ചിലപ്പോൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ഇടുക. പിന്നെ നെക്സ്റ്റ് മോക്കിന് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ തന്നെ സെക്കൻഡ് പോർഷനായിരിക്കും. അപ്പം നിങ്ങൾ പഠിച്ച് പോകുന്ന പോർഷൻ ആയിരിക്കില്ല ഒരു പക്ഷേ അടുത്ത മോക്കിന് വരണം ഉള്ളത്. എന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് സെയിം മാർക്കായിരിക്കും നിങ്ങൾക്ക് മോക്കിന് കിട്ടുക. അതെന്നാലും നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകരുത്. കാരണം ഫൈനൽ എക്സാം വരുമ്പം ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാ പോർഷൻ കവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോർ കിട്ടും. അപ്പം ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മാർക്കിലധികം ഇപ്പം മോക്കിൻ്റെ മാർക്കിലധികം ഫോക്കസ് ആക്കാണ്ട് തെറ്റിയ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ശരിയാക്കി പോവുക. പഠിച്ച് പോവുക. അങ്ങനെ ഫൈനലി നിങ്ങൾക്ക് നീറ്റിന് ഉഷാറായിട്ടുള്ള റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഈ 2026 ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യണത്. പിന്നെ ഇതിനപ്പുറം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ കൊടുത്താലും മതി, ഞാൻ റിപ്ലൈ ആക്കാം. അത്രേ ഉള്ളൂ. താങ്ക് യു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ.